ഇതിൻ്റെ വിവാഹാഭ്യർത്ഥന ഞാൻ സ്വീകരിക്കാം. ഒരു മകന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബന്ധം അവസാനിക്കും. അതൊരു ലിവിങ് ടുഗദറാണ് എന്ന് വേണമെങ്കിൽ പറയാൻ. അതെ, ഒരു രാക്ഷസിയും ഒരു മനുഷ്യനായ ഭീമസേനനും, കേവലം മനുഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഭീമസേനൻ വായുവിൻ്റെ മകനാണ്. അങ്ങനെ വായുവിൻ്റെ മകൻ മാത്രം പറഞ്ഞ പോലെ അസാധ്യ ഹിഡംബം മുതലായ രാക്ഷസന്മാരെ മലർത്തിയടിക്കാൻ കഴിവുള്ള ആളാണ്. അവർ തമ്മിൽ ലിവിങ് ടുഗദറായി. അങ്ങനെ ധർമ്മപുത്രൻ സമ്മതിച്ചു, എല്ലാവരും സമ്മതിച്ചു. ഒരു കുട്ടി ഉണ്ടാവുന്നവരെ ഇതുള്ളൂ എന്ന് ഭീമസേനൻ പറഞ്ഞു. മതി എന്നത് ഇത് കേൾക്കാത്ത താമസം ഹിഡിംബി ഭീമസേനൻ്റെ അടുത്ത് അവിടുന്ന് പൊന്തിപ്പോയി. അവർക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കാം രാക്ഷസന്മാരാണ്. അങ്ങനെ പകൽ മുഴുവൻ കാടുകളിൽ, മലകളിൽ, തോടുകളിൽ, പുഴകളിൽ, സരസ്സുകളിൽ, തടാകങ്ങളിലൊക്കെ നടന്ന് ഹണിമൂൺ ആഘോഷിക്കുക. ഹണിമൂൺ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഹിഡിംബി ഭീമസേനെ യഥാസ്ഥാനത്ത് കൊണ്ട് അവിടെ ഇറക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഹിഡിംബി എന്തായി? ഗർഭിണിയായി. ഭീമസേനോട് പറയാൻ ഹിഡിംബിക്കൊരു മടി. ഗർഭിണിയായി. സംഗതി പറയാണ്ട് പറ്റില്ലല്ലോ, പറഞ്ഞു. ഗർഭിണിയായില്ലേ. അപ്പം നമ്മുടെ ലിവിങ് ടുഗദർ ഇവിടെ അവസാനിച്ചു. രാക്ഷസന്മാർക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ഗർഭം ധരിക്കലും പ്രസവിക്കലും വളരലൊക്കെ കിട്ടും തന്നെയാണ്. ഈ മനുഷ്യന്മാരെ മാതിരി താമസമൊന്നുമില്ല. ഹിഡിംബി ഗർഭം ധരിച്ചു, സ്പോട്ടിൽ ഡെലിവറിയാണ്.